ട്രാൻസ്ഫോമേഴ്സ് 1 ട്രാൻസ്ഫോമേഴ്സ് സീരീസിലെ 8ാമത്തെ സിനിമ. ഈ സിനിമ എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സിനിമ 2 തവണ ഐമാക്സിൽ കണ്ട്. 2 തവണ, രണ്ടും ഡിഫറെൻ്റ് ഐമാക്സുകളാണ്. എവിടെയാണ് കണ്ടത് ആ തിയേറ്ററിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദി ഒറിജിനൽ ട്രിളജി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും. ഇതിൽ വോയിസ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. OG ട്രാൻസ്ഫോമേഴ്സ് സീരീസിലുള്ള ആരും അല്ല. കാരണം ഇത് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ് 2007 പുറത്തിറങ്ങിയ സിനിമയുടെ പ്രീക്വലാണ്. അതായത് ട്രാൻസ്ഫോമേഴ്സിൽ നമ്മൾ കണ്ട് സുപരിചിതനായി നമ്മൾ ആരാധിക്കുന്ന ഒപ്റ്റിമസ് പ്രൈമും ബംബിൾ ബീയും മെഗട്രോണൊക്കെ എങ്ങനെ അവരായി മാറി എന്നുള്ള സിനിമയാണിത്. ഇത് ലൈവ് ആക്ഷൻ സീരീസിൽ പെടുന്ന മൂവി ആണെങ്കിലും ഇത് ആ ടോയ്സിൻ്റെ ഹാഷ്ബ്രോയുടെ ടോയ്സിൻ്റെ ലുക്കിലാണിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടുപരിചയമുള്ള മൈക്കിൾ ബേ സംവിധാനം ചെയ്ത സിനിമകളുടെ ആ ഒരു സ്ട്രക്ചറിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഞാനിത് കണ്ടത് ഐമാക്സിലായതുകൊണ്ട് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. സൗണ്ട് വൈസും വിഷ്വലും 3D എല്ലാം ഐമാക്സിൽ വേണം ഈ സിനിമ കാണാമെന്ന് ഞാൻ പറയും. അതെനിക്ക് ഉറപ്പായി ഇത് കണ്ടപ്പോൾ. കാരണം ഇതൊരു സാധാ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരു ലേസർ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഞാനത് ഐമാക്സിൽ കണ്ടപ്പോൾ, നമ്മുടെ ഈ രാജ്യത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റിൽ ഞാനിത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമ ഒരു ആഘോഷമായിട്ടാണ് ഞാൻ കണ്ടത്. അത്രയും രസമായിരുന്നു ഈ സിനിമ കണ്ടിരിക്കാനായിട്ട്. ആ ഒറിജിനൽ ട്രാൻസ്ഫോമേഴ്സ് 1ഉം 2ഉം 3ഉം നമുക്ക് തന്നൊരു ഇതുണ്ട്. 1ഉം 2ആണ് എൻ്റെ ഫേവററ്റ്. അത് പിന്നെ ബംബിൾ ബീ എന്നുള്ള സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി സിനിമകളൊക്കെ ഇങ്ങനെ സോ ഗ്രാഫിക്സ് CGI ഒക്കെ വേറെ ലെവലാണെങ്കിലും ചില സമയത്തൊക്കെ എനിക്കിത് ഓവർ CGI ഓവർ ഗ്രാഫിക്സ് നമുക്ക് കണ്ണിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് വരുമ്പോഴേക്കും എവിടെ നോക്കണമെന്ന് അറിയാൻ വളർത്തൊരു അവസ്ഥയുണ്ട്. ഞാൻ ദ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ ഈ ഇരിപ്പാണ്. ഇതിനകത്ത് എവിടെ ഞാൻ നോക്കും, ഇവിടെ ഒരു സാധനം കറങ്ങുന്നു, അവിടെ കറങ്ങുന്നു, ഇവിടെ ട്രാൻസ്ഫോർമേഷൻ കൂടിയിട്ട് എങ്ങോട്ട് നോക്കണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥയായിരുന്നു. കൂടിപ്പോയി, എന്തെങ്കിലും കൂടിപ്പോയ അതിപ്രസരം എന്ന് പറയൂലേ, ട്രാൻസ്ഫോർമേഷൻ്റെ അതിപ്രസരമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡൈനോസർ വന്ന് ഇത് വന്ന് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ആകെ വട്ടുപിടിക്കുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള സിനിമകൾ വന്നപ്പോൾ വന്നത്. ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ റൈസ് ഓഫ് ദ ബീസ്റ്റ് രസമൊക്കെ ആയിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഓവറല്ലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന വിധത്തിലുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇതായിരുന്നു ബാലൻസ്. ആ OG മൈക്കിൾ ബേ ഉണ്ടാക്കി വെച്ച ട്രാൻസ്ഫോമേഴ്സിൻ്റെ ആ ഒരു ലെവലിൽ എത്തിച്ച ഒരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഇത് സംവിധാനം ചെയ്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആൾ ടോയ് സ്റ്റോറി 4 സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ പുള്ളി ഡയറക്റ്റ് ചെയ്തത് വെച്ചിട്ടുണ്ട്. പിന്നെ വോയിസ്ഡ് ബൈ നൺ അതർ ദാൻ ക്രിസ് ഹെംസ്വർത്ത്, നമ്മുടെ തോർ മച്ചാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ അഭിനയിച്ചിരിക്കുന്ന അഭിനയം എന്നല്ല, ഇതിനകത്ത് വോയിസ് കൊടുത്തിരിക്കുന്ന ആൾ നമ്മുടെ വേറെ കുറേ സിനിമയിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള മച്ചാനാണ്. പുള്ളിയുടെ പേരും എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ സ്കാർലെറ്റ് ജോഹാൻസൺ ഇതിനകത്ത് എലീറ്റ എന്ന് പറഞ്ഞ റോളാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. ബംബിൾ ബീയുടെ റോൾ ചെയ്തിരിക്കുന്നത് ആരാന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ. പിന്നെ അതുപോലെ ഇതിനകത്ത് വേറൊരു ക്യാരക്ടറുണ്ട്, സെൻറ്റിനൽ പ്രൈം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സെൻറ്റിനലിനെ വേറൊരു സിനിമയിൽ. അപ്പോൾ കുറച്ച് സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. സെൻറ്റിനൽ പ്രൈമിൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത് ജോൺ ഹാമാണ്. കിണ്ണം കാച്ചി നടനാണ് വെച്ചാൽ. ജോൺ ഹാമിൻ്റെ മൂവീസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അടിപൊളി സാധനമാണ്. ഇന്ത്യയിലൊരു കോച്ചായിട്ട് വന്നിട്ട് പുള്ളി ഒരു കിഡിലൻ ഒരു പടമുണ്ട്. പടത്തിൻ്റെ പേര് പെട്ടെന്ന് വായിൽ വരുന്നില്ല. കിണ്ണം കാച്ചി പടമായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ജോൺ ഹാമിൻ്റെ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. പുള്ളി ഒരു അടിപൊളി ആക്ടറാണ്. പുള്ളിയുടെ വോയിസ് ഇതിനകത്ത് നല്ല സ്യൂട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടർ, ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള പുള്ളിയുടെ വോയിസ്, ആളുടെ പേരെനിക്ക് കിട്ടുന്നില്ല. ആ ആക്ടർ നമ്മുടെ ഇതിലൊക്കെ അഭിനയിച്ചു, ഗോഡ്സില സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. ഗോഡ്സില കോങ് ഇതിലൊക്കെയുള്ള മച്ചാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മുടെ ആരൺ ടൈലർ ജോൺസൻ്റെ കൂടെ ആ ബ്രദേഴ്സായിട്ട് വന്ന ആൻറ്റഗണിസ്റ്റില്ല, അതിനകത്ത് മച്ചാനാണ് കേട്ടോ. പുള്ളിയുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. ആ പുള്ളി ഇതിനകത്ത് മെഗട്രോണായിട്ട് വോയിസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വോയിസുകളാണ് ഇതൊക്കെ. ഒപ്റ്റിമസ് പ്രൈം വരുമ്പോഴേക്കും ഒപ്റ്റിമസ് പ്രൈം എന്ന് പറയുമ്പോൾ രോമം എഴുന്നേറ്റ് വെക്കും. അതാണ് ഒരു ട്രൂ ട്രാൻസ്ഫോമർ മൂവി ഫാൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ. കാരണം എൻ്റെ മനസ്സിൽ പണ്ട് ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ഫോമേഴ്സ് സിനിമ കാണാൻ പോയപ്പോഴുണ്ടല്ല, ഞാൻ എങ്ങും കാണാത്തൊരു ഫീലിംഗ് അനുഭവിച്ചു. അതായത് ഒരു റോബോട്ടായിട്ടുള്ളൊരു മനുഷ്യൻ വന്നപ്പോൾ മേലുളിന്ന് കയറുന്നു.
അത് അങ്ങനെ സംഭവിച്ചേക്കുന്ന ടെർമിനേറ്റർ കണ്ടപ്പോൾ മാത്രമാണ്. ഇത് ഇങ്ങനെ രോമാഞ്ചം വന്നിട്ടേ ആളുടെ സൗണ്ടും ഒരു വല്ലാത്ത സൗണ്ട്, അതുകൂടാണ്ട് വന്നിങ്ങനെ കോളിങ് ഓട്ടോബോട്ട്സ് മറ്റേ റോൾ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റി ഷെൻറ്റാ മോനെ ആ സീനിലായിരുന്നു ഞാൻ ട്രാൻസ്ഫോമേഴ്സ് കണ്ടത്. സെക്കൻഡ് പടമായ ട്രാൻസ്ഫോമേഴ്സ് റിവെഞ്ച് ഓഫ് ദി ഫോളൻ കാണാൻ ഷെണൈസിൽ പോയപ്പോൾ, അന്നത് ഷെണൈസിൽ ഇറങ്ങിയത്, ഷെണൈസിൽ പോയപ്പോഴേക്കും ആൾക്കാർ മറ്റേ പേപ്പർ സാധനമൊക്കെ ഇട്ട് വന്നിങ്ങനെ മറ്റേ ഒരു സീനുണ്ട് ഒപ്റ്റിമസ് പ്രൈം വന്ന് ഇങ്ങനെ ട്രക്കിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. ആ സീൻ വന്നപ്പോഴേക്കും ആൾക്കാർ മറ്റേ പേപ്പർ റിയലും ചാടി എന്നൊക്കെ, ഞാനൊക്കെ സീറ്റിൽ നിന്ന് ചാടി ഇരുന്നേറ്റ അവസ്ഥയായിരുന്നു. അത് ഇടയിൽ നമ്മുടെ നാട്ടിൽ മമ്മൂക്ക, ലാലേട്ടൻ അല്ലെങ്കിൽ വിജയ്, എന്താണ് വിക്രം, ഇവരുടെയൊക്കെ സിനിമ വരുമ്പോൾ, കമൽഹാസൻ്റെ സിനിമയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, രജനീകാന്തിൻ്റെ പടമൊക്കെ വരുമ്പോൾ. ഇത് മറ്റേ ഒപ്റ്റിമസ് പ്രൈം വരുമ്പോൾ ആൾക്കാർ ജയ് വിളിക്കുന്ന സീനാണ് ബംബിൾ ബീനെ കാണുമ്പോഴൊക്കെ. ആ അവസ്ഥ ഐമാക്സിലുണ്ടായി. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒപ്റ്റിമസ് പ്രൈം വന്ന ആൾക്കാരൊക്കെ മറ്റേ സീനാണ് എൻ്റെ കൂടെ. ഞാൻ വിചാരിച്ച് ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ എല്ലാവരും ഏറുപിടിച്ചിരിക്കണമെന്ന്. എവിടെ പിള്ളേർ വൈബായിരുന്നു ഞാൻ കണ്ട സ്ഥലത്ത്, അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രാഞ്ചൈസാണിത്. നമുക്ക് ഒരു റോബോട്ടാണെന്നറിയാം, CGI എന്നറിയാം, ഇതൊക്കെയാണെന്നറിയാം. പക്ഷേ നമ്മുടെ രോമം എഴുന്നേറ്റേക്കും ഒപ്റ്റിമസ് പ്രൈം ബംബിൾ ബി വരുമ്പോഴേക്കും. അങ്ങനത്തെ ഒരു സാധനം. ഇതിനകത്ത് മെഗട്രോണൊക്കെ വരുമ്പോഴേക്കും എന്തൊരു ആൾക്കാർക്ക് ഒരു സീനുണ്ട്, റിവെഞ്ച് ഓഫ് ദ ഫോളൻ കണ്ടവർക്ക് അറിയാം. ഒരു വില്ലൻ ഇത്രയും കിടിലായിട്ട് കാണിച്ചേക്കൊണ്ട് സീൻ വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുകയാണ് ഈ CGI പരിപാടിയിൽ. കാരണം എന്താണ്, മെഗട്രോൺ ഇങ്ങനെ ഒരു ഡെസേർട്ടിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൗളൊക്കെ ഇട്ട് വരുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ എന്ത് സാധനം വരുന്നറിയാമോ അത്. അത് പീക്ക് ട്രാൻസ്ഫോമേഴ്സ് ഡേ ആയിരുന്നു അതൊക്കെ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു റിവെഞ്ച് ഓഫ് ദ ഫോളൻ കണ്ട സമയത്തൊക്കെ. കിണ്ണം കാച്ചി പടമൊക്കെ ആയിരുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒട്ടും ഇതിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് ആ ഫീലിംഗ് കിട്ടി. എനിക്ക് നമ്മൾ എന്താണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ സീരീസിൽ കാണാൻ ആഗ്രഹിച്ചത്, ഞാൻ എന്താണ് കാണാൻ ആഗ്രഹിച്ചത്, അതൊക്കെ എനിക്ക് ഇതിൽ നിന്നും കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഈ സിനിമ കണ്ടപ്പോഴേക്കും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് വീണ്ടും ഒന്നും കൂടി പോയി മറ്റൊരു ഐമാക്സിൽ ചെന്ന് കണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഞാൻ ചെന്ന് കണ്ട്. എനിക്ക് 2 തവണയും ഞാൻ ഈ സിനിമ ഐമാക്സിൽ കണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പടം, അടിപൊളി. എനിക്ക് ഏലിയൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഏലിയൻ റോമലസ്. പക്ഷേ ഐമാക്സിൽ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നും കൂടി കാണണമെന്ന് കൊതിയായിട്ട് അതിയായ ആഗ്രഹമായിരുന്നു. കാരണം മലേഷ്യയിൽ ഞാനത് കണ്ടപ്പോൾ എൻ്റെ അളിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഒന്നായിരുന്നു അത്. അത് അനുപേനോട് ചോദിച്ചാലും എൻ്റെ വൈഫിനോട് ചോദിച്ചാലും അറിയാം, എൻ്റെ അമ്മേനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ഞങ്ങൾ 3 പേരും രോമാഞ്ചം അവസ്ഥയിലാണ് ആ സിനിമ കണ്ടത്, ഏലിയൻ റോമലസ്. അമ്മാതിരി കിടിലൻ. നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില എക്സ്പീരിയൻസസ് ഉണ്ടാവില്ലേ, അതിലൊന്നായിട്ട് ഞാൻ കരുതും. കാരണം അത്രയും രസമായിരുന്നു, അത്ര കിടിലൻ. അപ്പോൾ ഈ ഐമാക്സ് എന്താണെന്ന് അറിയാൻ പാടാത്തവർക്കായിട്ട് ഞാൻ പറയണതാണ്. ഇമേജ് മാക്സിമം എന്നാണ് ഈ സാധനത്തിന് പറയണത്. ഇത് നിങ്ങൾ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് മാത്രമേ ഇതുള്ളൂ. പിന്നെ ഉള്ളത് നിയറസ്റ്റ് തിയേറ്റർ കോയമ്പത്തൂരാണ്, ബ്രോഡ്വേ സിനിമാസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്നൈയിൽ പലാസോ ഉണ്ട്, ജാക്സ് ഉണ്ട്, അങ്ങനെ എന്താണ് കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോയപ്പോൾ ബാംഗ്ലൂരിൽ കുറേ തിയേറ്റേഴ്സ് ഉണ്ട്. ഹൈദരാബാദിൽ ഐമാക്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അവർ കൺവേർട്ട് ചെയ്ത് PCX ആക്കി. ശരിക്കും പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് സ്ക്രീനായിരുന്നു അത് ഒരിടക്ക്. പിന്നീട് അത് സെക്കൻഡ് ലാർജസ്റ്റ് ആയി, പിന്നെ അത് ഐമാക്സ് അല്ലാണ്ടായി മാറി. പ്രസാദ് ഐമാക്സ് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ PCX, പ്രസാദ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോഴും ഇന്ത്യയിലെ ബെസ്റ്റ് തിയേറ്റർ അത് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. അതിൽ 106 അടിയാണ് ആ സ്ക്രീനിൻ്റെ വലിപ്പം, 106 അടി, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടത് 1.90:1 സ്ക്രീനിനകത്ത് സ്കോപ്പ് റേഷ്യോയിലാണ്. കാരണം വെച്ചാൽ ഈ സിനിമ സ്കോപ്പിലാണ് വന്നത്. അതൊരു മണ്ടത്തരായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മേക്കേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ 1.90:1 തന്നെ ചെയ്യണമായിരുന്നു എന്നാണ്. ഐമാക്സ് ക്യാമറ ചെയ്തിട്ടുള്ള സിനിമയാണ്, അപ്പോൾ അത് അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവരെന്തുകൊണ്ട് സ്കോപ്പ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ് കാണേണ്ട സിനിമയായിരുന്നത്, നിറഞ്ഞല്ല കണ്ടത്. എന്നാൽ പോലും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് പിന്നെ അതൊന്നും വേറെ ഒന്നുമില്ല. ഐമാക്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിക്ചർ ക്വാളിറ്റി ആയാലും സൗണ്ട് വേറെ സീനായിരുന്നടേ. ആകെ 2 സ്പീക്കറുകളിൻ്റെ പുറകിൽ, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം, റൈറ്റ് സൈഡിൽ ഒരെണ്ണം. വേറെ ഒറ്റ വിസിബിൾ സ്പീക്കേഴ്സ് ഇല്ല, ഒരു സാധനവും ഇല്ല. മുകളിൽ ഒറ്റ സ്പീക്കേഴ്സ് ഇല്ല, ഒന്നും ഞാൻ കണ്ടില്ല. സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും മാത്രമെന്ന് പറഞ്ഞാൽ സൗണ്ട് കാണണം. എൻ്റെ അമ്മേ, മറ്റേ മുട്ട കൊണ്ടേ കൈ പിടിച്ചിരുന്ന മുട്ട വിരിഞ്ഞ് കുഞ്ഞാവുന്നതാണ് അമ്മാരി സൗണ്ട്. അങ്ങനത്തെ സാധനമായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലടേ. അത് അത്ര എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ്. ഐമാക്സ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അത് വാക്കുകളിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ആർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാരി സാധനമായിരുന്നത്.
പീക്ക് സിനിമ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴേക്ക്. അത് ഈ സിനിമയുടെ മാത്രമല്ല, ആ തിയേറ്റേഴ്സിൻ്റെയൊക്കെ ഗുണം തന്നെയാണ്. ഐമാക്സ് എന്നുള്ള ടെക്നോളജിയുടെ ഗുണമാണ്. ഇത് ഐമാക്സിന് വേണ്ടി DMR ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു, അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഇത് ഫിലിംഡ് ഫോർ ഐമാക്സ് രീതിയിൽ ആ ഒരു റേഷ്യോ ചെയ്തിരുന്നെങ്കിൽ വേറെ സീനായിരുന്നു തന്നെ. എന്തുകൊണ്ട് ഡയറക്ടർ അത് ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്തിരുന്നെങ്കിൽ ഇതൊരു വേറെ സീൻ സാധനമായി മാറിയാനെ. എന്നാലും ഇതിൻ്റെ സ്റ്റോറി ലൈനും കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസസും നല്ല ഡയറക്ഷനും കൊണ്ട് ഈ സിനിമ എനിക്കൊരു മികച്ച അനുഭവം തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. ഇത് സാധാരണ തിയേറ്ററിൽ കണ്ട ആൾക്കാരായിട്ട് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇൻ ഐമാക്സ് ദിസ് വാസ് എപ്പിക് മൂവി എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയേണ്ടത്. എനിക്ക് നല്ല അടിപൊളി പ്രൈസസിലാണ് അതിൻ്റെ ടിക്കറ്റ്സും കിട്ടിയത്. അടിപൊളിയായിരുന്നു. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിടാം. എന്തായാലും എൻ്റെ സിനിമയുടെ അഭിപ്രായം ഇതാണ്. കിണ്ണം കാച്ചി പടം. ഞാൻ ഈ ഇയറിൽ കണ്ടതിൽ കിടിലം പടം. ഐമാക്സ് നെവർ ഡിസപ്പോയിൻറ്റ്സ്, നെവർ. അതാണ് ഈ കൊല്ലം എനിക്ക് ഒടുക്കത്തെ ഭാഗ്യമുണ്ട്. ഐമാക്സിൽ കുറേ സിനിമകൾ ഞാൻ കണ്ടു, ഒരുപാട് സിനിമകൾ. ഡ്യൂൺ 1, ഡ്യൂൺ 2, നമ്മുടെ മറ്റേ എന്തൊക്കെയായിരുന്നു, ഗോഡ്സില കോങ്, ന്യൂ എംപയർ, പിന്നെ ഓപ്പൺഹൈമർ കഴിഞ്ഞല്ലോ കണ്ടത്, പിന്നെ ഏലിയൻ റോമുലസ്, ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ, ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് 1 എല്ലാ ഐമാക്സിൽ കണ്ടു. എൻ്റെ മോനെ ഇനി ജോക്കർ ഫോളി DX ഞാൻ ജോക്കർ 2 എന്തായാലും പോയി ഐമാക്സിൽ കാണുന്നുണ്ട്. കാരണം ഇറ്റ് ഇസ് ഫിലിം ഫോർ ഐമാക്സ്. ഫിലിം ചെയ്തിരിക്കുന്ന സിനിമകൾ 2 ടൈപ്പ് എക്സ്പീരിയൻസസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് എന്ന് പറഞ്ഞാൽ DMR പ്രോസസ്സിലൂടെ വന്നിരിക്കുന്ന ഐമാക്സ്. ഫിലിംഡ് ഫോർ ഐമാക്സ് എന്ന് പറഞ്ഞാൽ ഐമാക്സ് ക്യാമറ ഉപയോഗിച്ച് ഐമാക്സ് ഫോർമാറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ എന്നുള്ള. പിന്നെ ഇപ്പോൾ കുറേ പേര് ആൾക്കാർ ഇപ്പോൾ അതുകൊണ്ട് കരയില്ല ഐമാക്സ്. എൻ്റെ പൊന്നെ പിടാവേ, എൻ്റെ പൊന്നെ കുഞ്ഞാടുകൾ മക്കളെ, 1.43:1 റേഷ്യോയിൽ സിനിമ ഇപ്പോൾ ഇറങ്ങുന്നില്ലടേ. വല്ലപ്പോഴും ഡെനി വില്ലിനോർ അല്ലെങ്കിൽ നമ്മുടെ നോളം വന്ന് ചെയ്താലേ ഇതൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റേ ജോർദൻ പീലിയൊക്കെ ചെയ്യണം. ആണ്ടിൽ ഒരിക്കലൊരു പടവും വരും, നാട്ടിലുള്ള തിയേറ്ററൊക്കെ പൂട്ടിയും പോയി. ഇനി എവിടെ ഇരുന്ന് കാണും? സ്ക്വയർ ഷേപ്പിൽ ഇനി വീട്ടിൽ ഇരുന്ന് പ്രൊജക്ടറിൽ കാണാമെന്നല്ലാണ്ട് ഐമാക്സിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലാകെ ഒറ്റ തിയേറ്റർ ഇനി ബാക്കിയുണ്ട്. അവിടെയാണെങ്കിൽ പടവും കളിക്കുന്നില്ല, ഡോക്യുമെൻ്ററീസും മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ കണ്ടീഷനിൽ പോയാൽ ആരും വരാണ്ട് അടച്ചു പോകുന്ന അവസ്ഥയിലൊക്കെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കരയാന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതായിപ്പോയി. വേൾഡിലും ഫിലിമിന് വേണ്ടി കിടന്ന് ചാവുന്ന ആൾക്കാർ ലണ്ടനിലൊക്കെ കുറേ പേര് കിടന്നിട്ട് ബഹളം വെക്കുന്നതുകൊണ്ട് അവിടെ BFIയിലും പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഫിലിമിൽ സിനിമ കാണിക്കുന്നുണ്ട്. 1.43:1 സിനിമ കാണിക്കുന്നുണ്ട്. അതും നോളൻ പോലെയുള്ള ആൾക്കാർ കനിയണം. അവരുടെ ചിലവിൽ അവർ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചാലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇവിടെ കിടന്നിട്ട് ലൈമാക്സ് എന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഡിജിറ്റൽ യുഗമായി. ഫിലിം ക്യാമറ എങ്ങനെ അന്യം നിന്ന് പോയാൽ അതേപോലെ തന്നെ ഇപ്പോൾ ഐമാക്സ് 1.43:1 റേഷ്യോയുടെ അവസ്ഥയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൂവ് ഓൺ ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇൻവെസ്റ്റേഴ്സ് വരണം. നമ്മുടെ ഇവിടെ നാട്ടിലൊരു ഐമാക്സ് കൊണ്ടുവന്ന് കഴിഞ്ഞില്ല. പിന്നെയാണ് 1.43:1 സ്ക്രീനും 70mm ഐമാക്സും. സങ്കടമുണ്ട് എനിക്കതിൽ. ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ് അതിനകത്ത്. 70mm കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം അതെന്താണെന്നുള്ളത്. എന്തായാലും എൻ്റെ മലേഷ്യയുടെ വീഡിയോ കൂടി അടുത്ത് തന്നെ വരും. അത് കാണുമ്പോൾ നിങ്ങളുടെ കിളി പറക്കും. എൻ്റെ കിളി പറന്നതാണ്. അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കിളി പറക്കും. അങ്ങനത്തെ സാധനമാണ്, അങ്ങനത്തെ തിയേറ്ററാണ് ഞാൻ കയറിയത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അടുത്ത്. എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ ഉറക്കമൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുക. അതാണ് ഇത്ര ലേറ്റ് ആയത്. ഈ സിനിമ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞു. എന്തായാലും 2 തവണ കണ്ടു, ധന്യനായി. കിടിലൻ എക്സ്പീരിയൻസ്, ഇത്ര പറയാനുള്ളൂ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് എങ്ങനെയാണെന്നുള്ളത്, ഏത് തിയേറ്ററിലാണ് കണ്ടതെന്നും ഏത് സ്ക്രീനിലാണ് കണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് എക്സ്പീരിയൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഐമാക്സിൽ കണ്ടുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിൽ കുറവായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ട് കുറവായി എന്ന് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ നിങ്ങൾ എവിടെയാണ് കണ്ടത്, ഏത് സ്ക്രീനിലാണ്, ഏത് തിയേറ്ററിലാണ് കണ്ടതെന്ന് പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവുള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കാണുന്ന പ്രൊജക്ടറും തിയേറ്ററും അവിടുത്തെ ഓഡിയോ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. 2 തവണ കണ്ടു, തകർത്തു, ഇത്ര പറയാനുള്ളൂ. വേറെ വീഡിയോ ഇട്ട് കാണാം. ഞാനിപ്പോൾ ഇതിന് ശേഷം വേറൊരു സിനിമ കാണാൻ വേണ്ടി പോകണേ. 2 സിനിമ പെൻഡിങ് ആണ്. എനിക്ക് എന്തായാലും കപ്പ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് കാണണം. നമ്മുടെ 2 Girls 1 Cup അല്ല, വേറെ സാധനം, കപ്പ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ, അത് കാണണം. പിന്നെ നമ്മുടെ ഇതും കാണണം, ലബർ പന്ത്, അതായത് റബ്ബർ പന്ത്, ആ സാധനം കൂടി കാണാനുണ്ട്. കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. ബൈ ബൈ.